ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ഞങ്ങൾ വിവരിക്കുമ്പോഴേ ആരും ഞങ്ങൾക്കെതിരെ തിരിയേണ്ട പ്രിയപ്പെട്ടവരെ, നന്നല്ല പ്രിയപ്പെട്ടവരെ. കാരണം ഒരു ചെറിയ ഉപമ പറയും, എന്താണെന്ന് അറിയാമോ? യഹൂദന്മാർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? എവിടെ നോക്കിക്കഴിഞ്ഞാലും സർവ്വലോകവും യഹൂദന്മാർക്കെതിരെ തിരിയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറിയ രാജ്യത്തെ തകർത്ത് കളയുവാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ 23 ഒക്ടോബർ 7-ാം തീയതി 1400 ഇസ്രായേൽ ജനത്തിന്റെ കഴുത്ത് ഹമാസ് തീവ്രവാദികളൊന്ന് അറുത്ത് കളിയുടെ കാര്യം നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, കേട്ടുകൊള്ളുവിൻ, അപ്പന്മാരുടെ നാവാണ് എന്ന്. 2023 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാനായിട്ട് പീലാത്തോസ് എന്ന് പറയുന്ന ആ റോമൻ സാമ്രാജ്യത്തിലെ ആ നാടുവാഴിയുടെ മുമ്പിൽ നിർത്തിയാണ്, ജഡ്ജിയുടെ മുമ്പിൽ നിർത്തിയാണ്. ആ ജഡ്ജി അവനെ അനേകവട്ടം വിസ്തരിക്കുന്നു. അവനിൽ കുറ്റം കണ്ടെത്തിയിട്ട് അവനെ കൊല്ലുവാൻ വിധിക്കണം. ഇതാണ് അവന്റെ മേൽ ഉദ്യോഗപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ അവൻ എത്ര വിസ്തരിച്ചിട്ടും യേശുക്രിസ്തുവിൽ ഒരു കുറ്റവും കണ്ടില്ല. അവൻ നീതിമാനാണെന്ന് അവന്റെ നാവ് തന്നെ, ജഡ്ജി തന്നെ പറഞ്ഞു, ഇവൻ നീതിമാനാണ്, ഇവനിൽ ഒരു കുറ്റവുമില്ല, ഇവനെ ഞാൻ സ്വന്തനാക്കും എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ പറഞ്ഞു, അല്ല, അവനെ ക്രൂശിച്ചേ പറ്റൂ, അവനെ കൊന്നേ പറ്റൂ. അപ്പോൾ പീലാത്തോസ് ചോദിച്ചു, ആട്ടെ, അവൻ ചെയ്ത തെറ്റെന്ത്? അവര് പറയുന്നത് അവനെ ക്രൂശിക്കുക. അവൻ ചെയ്ത തെറ്റ് പറയാൻ ആർക്കുമില്ല. പ്രിയപ്പെട്ട, ഭൂമിയിൽ ഇന്ന് വരെ പാപമില്ലാത്ത ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. പ്രസംഗിക്കുന്നത് ഞാനോ നിങ്ങളെക്കാൾ ഉപരി പാപം ചെയ്തവനാണ്, എന്നാൽ എനിക്ക് പാപക്ഷമ കിട്ടിയത് കൊണ്ടാണ് ഞാൻ സന്തോഷത്തോടെ പ്രസംഗിക്കുന്നത്. എന്നിട്ടോ ആ പീലാത്തോസ് അവസാനം ഇവൻ നീതിമാനാണെന്ന് പറഞ്ഞിട്ട് അല്പം വെള്ളമെടുത്ത് കൈ കഴിയിട്ട്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ ക്രൂശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോഴെന്താണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞ് ആ പീലാത്തോസ് കൈ കഴിയുമ്പോൾ യഹൂദന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, അപ്പന്മാരെ കേട്ടുകൊള്ളുവിൻ, സുവിശേഷത്തിനെതിരെ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ കുടുംബത്തെയും മക്കളെ എങ്ങനെ തകർത്ത് കളയുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിന്. ആ അപ്പന്മാർ പറഞ്ഞു, യഹൂദന്മാരുടെ പിതാക്കന്മാർ 2023 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. 2023 വർഷങ്ങൾക്ക് മുമ്പ് ആ അതികഠിനന്മാരും അഹങ്കാരികളുമായിരിക്കുന്ന യഹൂദന്മാർ പറഞ്ഞു, ആ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. അതിന്റെ പരിണിത ഫലമാണ് 2023 വർഷങ്ങൾക്ക് ശേഷം ആ യഹൂദ ജനം ഇന്നും കഷ്ടം അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ട, യഹൂദ മുഴുവനും എന്താണ്, തകർക്കപ്പെടാൻ പോവുകയാണ്. സകല രാജ്യക്കാരും അവർക്കെതിരെ യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. അവർക്കെന്താണ്, ആശ്രയിപ്പാൻ ഒന്നുമില്ലാത്തവണ്ണം തകർന്നു പിരിക്കുമ്പോഴേ അവർ യേശുക്രിസ്തുവിലേക്ക് തിരിയും. നോക്കുവാൻ പ്രിയപ്പെട്ടവരെ, 2ാം ലോക മഹായുദ്ധകാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ ശ്വാസം മുട്ടിച്ച് കൊന്നത് ഹിറ്റ്ലറല്ല ഉത്തരവാദി, പിശാചല്ല, ദൈവവുമല്ല, അപ്പന്മാരുടെ നാവാണ്. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. AD 70 യഹൂദ സാമ്രാജ്യം തകർക്കപ്പെട്ടു. അവരുടെ രാജ്യം ഭൂപടത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. അവർ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ച സ്വർണം കൊണ്ടും രക്തം കൊണ്ടും പൊതിയപ്പെട്ടിരിക്കുന്ന അവരുടെ യഹൂദ ദേവാലയം ഒരു രാജാവ് വന്നിട്ട് ഇടിച്ചു നിരത്തിയിട്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് കളഞ്ഞ്. കാരണം എന്താണെന്ന് അറിയാമോ? അന്ന് 11 ലക്ഷം യഹൂദന്മാരുടെ ചോരച്ചാലുകൾ കൊണ്ട് ആ യെരുശലേം മുങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. സുവിശേഷത്തെ എതിർത്ത ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനമുണ്ടോ? എന്നോട് സംസാരിക്കും പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തെ എതിർത്ത ഏതെങ്കിലും വ്യക്തിക്ക് സമാധാനത്തോടെ മുമ്പോട്ട് പോകാൻ പറ്റിയോ? ഇല്ല. നീ സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. നിന്റെ ഹൃദയം സമാധാനം തകർന്നു പോകുന്നു. നിന്റെ മക്കൾ എന്താണ്, സമ്പന്നന്മാരാണെങ്കിലും പാപം ചെയ്ത് നശിച്ചു പോകുന്നു.